സാധാരണ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാറുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സമയത്തെല്ലാം മിക്കവാറും സമയത്ത് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മഴ കണക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ ഇപ്പോൾ നിലവിൽ നമുക്ക് ബേ ഓഫ് ബംഗാൾ, ഹെഡ് ബേ ഓഫ് ബംഗാൾ എന്ന് പറയും, ഉത്തര ബേ ഓഫ് ബംഗാൾ, ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിനും ഇടയ്ക്കായിട്ട് ഒരു ന്യൂനമർദ്ദ മേഖല, അതിന്റെ സൈക്ലോണിക് സർക്കുലേഷൻ എന്ന് പറയും, അത് എതിർ ഘടികാര ദിശയിൽ അത് ഒരു കിലോമീറ്ററുകളോളം ഉയരത്തിലേക്ക് അത് ഉണ്ട്. അപ്പൊ അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തില് മഴ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ ഇത്തരം പ്രതിഭാസങ്ങളുള്ളപ്പോൾ മഴ കൂടുതൽ കൃത്യമായിട്ട് വെസ്റ്റേൺ ഘട്ടത്തിൽ ലംബമായിട്ട് വീശുകയും മഴ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇപ്പൊ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ പ്രതിഭാസം മാത്രമാണ്. നമുക്ക് മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ 4-5 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുകയും ചിലപ്പോൾ അത് തീവ്രതയേറിയ ന്യൂനമർദ്ദങ്ങളായി മാറുകയും ചെയ്യും. അതിനോടൊക്കെ അനുബന്ധിച്ച് കേരളത്തിൽ മഴ ലഭിക്കും. പക്ഷെ ഇത് മഴയുടെ സാധാരണ ഒരു ഫീച്ചറാണ്, മഴയുടെ അസാധാരണമായ പ്രതിഭാസമല്ല. പക്ഷെ ഓണക്കാലത്ത് നമുക്ക് മഴ ലഭിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ മഴപ്പെയ്ത്തിന്റെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന സ്വഭാവം ഇപ്പോൾ അത് സ്ഥായിയായി മാറിയിട്ടുള്ളത് കൊണ്ടുള്ള ഒരു ആശങ്കയും കൂടിയാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഒരു മഴ, ഇത്തരത്തിലൊരു മഴ എല്ലാ സീസണുകളിലും നമുക്ക് കിട്ടാവുന്നതാണ്, മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്നതാണ് സാധാരണഗതിയിൽ. തീർച്ചയായും സാർ സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ എന്തായാലും ഈ ഓണവും മഴവും എല്ലാം കൂടെ വരുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു ടെൻഷൻ ഉണ്ട്. കാരണം അത്രത്തോളം എല്ലാവരും ആഘോഷത്തിന്റെ ഒരു തിമിർപ്പിലാണ്. ഇപ്പോൾ കേരളത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട മഴ, ന്യൂനമർദ്ദം ഇതെല്ലാം തന്നെയാണ് ഉത്രാടം, നബിദിനം, തിരുവോണം, ചതയം ദിവസങ്ങളൊക്കെ ബാധിക്കാൻ പോകുന്നത്. മഴ പൂർണ്ണമായി വിട്ടുനിൽക്കാതെ ആഘോഷങ്ങളിൽ മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോഴുള്ള മഴയെ ഭയക്കണോ? കാരണം പെട്ടെന്നുള്ളൊരു മഴ, അത്തരത്തിൽ വലിയൊരു ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ വലിയ ശക്തമായ മഴ പെയ്യാറുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ നമുക്ക് പ്രത്യേകിച്ച് ആശങ്കയുണ്ടാക്കുന്ന മഴയൊന്നുമില്ല. നമുക്ക് ഓറഞ്ച് അലർട്ടോ അല്ലെങ്കിൽ റെഡ് അലർട്ടോ ഒന്നും തന്നെ എവിടെയും ഒരു ജില്ലയിലും നമുക്ക് തന്നിട്ടില്ല. സാധാരണ മഴയാണ്, പക്ഷെ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തി കൂടിയ മഴ പെയ്തേക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത് സാധാരണ മഴക്കാലത്തിന്റെ ഒരു സ്വഭാവമാണ്. മഴ നമുക്ക് 25% ഇപ്പൊ കുറവാണ്, 23% കുറവാണ്. അപ്പൊ മഴ ലഭിച്ചേ പറ്റൂ. വയനാട്, ഇടുക്കിയൊക്കെ 50% മഴക്കുറവ്. അപ്പോൾ മഴ ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. മഴയുടെ ആശങ്കകൾ നമ്മൾ ശ്രദ്ധാപൂർവം തയ്യാറെടുപ്പുകൾ നടത്തുകയും മഴയുടെ തീവ്രതയുള്ള മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുകയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജാഗ്രതയോടുകൂടി ഇടപെടുകയും ചെയ്യുക എന്നുള്ളതും, ഈ പറയുന്ന മഴ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക, അധികാരികൾ പറയുന്നത് ശ്രദ്ധാപൂർവം അനുസരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴ വലിയ അപകട ഭീതിയൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മഴ നമുക്ക് ലഭിക്കണം. മഴക്കാലമാണ്, ഓണമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മഴ പെയ്യരുത് എന്ന് വിചാരിക്കാൻ പറ്റില്ല. ചില ഓണക്കാലത്ത് മഴ ലഭിക്കും. ഒന്നുകിൽ അത്തം, ചിത്ര, ചോതി ആ ഓണത്തിന്റെ 10 ദിവസം തുടങ്ങുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ തിരുവോണം, ഉത്രാടം, തിരുവോണം ആ സമയത്ത് മഴ കുറയും. പക്ഷെ ഇത് നേരെ തിരിച്ചായിരുന്നു. നമുക്ക് അത്തം, ചിത്ര, ചോതി ആ തുടക്കത്തില് മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൊ പ്രതീക്ഷിച്ചതാണ് സാധാരണഗതിയിൽ നമുക്ക് ഓണത്തോടനുബന്ധിച്ച് മഴ ലഭിക്കും എന്നുള്ളത്. അപ്പൊ മിക്കവാറും സ്ഥലങ്ങളിൽ ലഭിക്കുന്നത് ശാന്തമായ മഴയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഴ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. കൃഷിയുടെയൊക്കെ ആവശ്യങ്ങൾക്ക് മഴ ആവശ്യമുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നത്, മഴക്കാലത്ത് മഴ പെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആശങ്ക ഉണ്ടാവുന്നത് നമുക്ക് എന്താ വെച്ചാൽ ഈ കുറച്ചു കാലങ്ങളായിട്ട് മഴ പെയ്ത്തിന്റെ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം കാരണം ചില സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നത് അത്ര വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഒരു കാര്യം കൂടെ, അതിപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അവസാനിക്കാൻ ഇനി 1 മാസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഈ കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ സാധാരണ കണക്കാക്കുന്നത് അല്ലെ? അപ്പോൾ സെപ്റ്റംബർ 30-ന് ശേഷം കാലവർഷത്തിന്റെ മഴ കണക്കുകൾ അവസാനിക്കുമെങ്കിലും കാലവർഷം വിടവാങ്ങാൻ ഏകദേശം ഒക്ടോബർ പകുതി വരെയെങ്കിലും ആകുമെന്നും ഒരു മുന്നറിയിപ്പുണ്ടല്ലോ. അപ്പം തുലാവർഷം നേരത്തെ എത്തുമെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം വരാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്? സാധാരണ നമ്മളുടെ കേരളത്തിൽ മാത്രമാണ് ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ ലഭിക്കുന്നത്. ഉത്തരേന്ത്യയിലോ മധ്യ ഇന്ത്യയിലോ, അതാണ് ഇന്ത്യയുടെ മൊത്തം GDP-യെയും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തിയെയും ഒക്കെ സ്വാധീനിക്കുന്ന വലിയ മഴ.
ആ മഴ ജൂലൈ ഓഗസ്റ്റ് 2 മാസങ്ങളിലാണ്. അപ്പൊ കേരളത്തിലാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ ലഭിക്കുന്നത്. സെപ്റ്റംബർ അവസാനത്തോടു കൂടിയിട്ട് നമ്മൾ കേരളത്തിൽ സാങ്കേതികമായി കാലവർഷം അവസാനിച്ചതായും തുലാവർഷം ആരംഭിച്ചതായിട്ടുമാണ് പറയാം. പക്ഷെ എങ്കിൽ പോലും ചില സമയത്ത് വിഡ്രോവൽ മൺസൂണിന്റെ വിടവാങ്ങൽ കുറച്ച് വൈകാറുണ്ട്. മിക്കവാറും ഒക്ടോബർ 15 തീയതിയോട് കൂടിയിട്ടാണ് അത് പൂർണ്ണമായിട്ട് കേരള തീരം വിടുകയുള്ളൂ. അതോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു മഴയുടെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഈ തുലാവർഷം ആരംഭിക്കുകയും ചെയ്യും. തുലാവർഷം മിക്കവാറും ശക്തി കൂടിയ ഈ ഈവനിങ് മറ്റേ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന ശക്തി കൂടിയ ഇടിയോടുകൂടിയ മഴയായിരിക്കും. ആ സമയത്ത് ബേ ഓഫ് ബംഗാൾ, സൗത്ത് ബേ ഓഫ് ബംഗാളിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തോടനുബന്ധിച്ച് ഒരു ന്യൂനമർദ്ദമൊക്കെ രൂപപ്പെടുകയൊക്കെ സാധ്യത സാധാരണയുണ്ട്. അത്തരം മഴയും ഇപ്രാവശ്യം നമുക്ക് ഈ തുലാവർഷ മഴയും കൂടുതൽ കാലവർഷ മഴ നമുക്ക് കുറവാണ്. പക്ഷെ തുലാവർഷ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജലക്ഷാമം ഇല്ലാതെ കഴിയും. പക്ഷെ മഴ കിട്ടേണ്ട സമയത്ത് കിട്ടണം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ മഴ കുറവാണ്. അപ്പൊ മഴ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബർ അവസാനത്തിനോട് കൂടിയിട്ട് മഴക്കാലം സാങ്കേതികമായി അവസാനിക്കുമെങ്കിലും അതിനുശേഷം നമുക്ക് തുലാവർഷം ആരംഭിക്കുകയും തുലാവർഷം മഴ ലഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ സെപ്റ്റംബർ 20 വരെയുള്ള ദിവസങ്ങളിൽ 4 തവണയെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണല്ലോ റിപ്പോർട്ടുകൾ. അപ്പോൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തായാണ് ഇതിൽ എല്ലാ സിസ്റ്റങ്ങളും രൂപപ്പെടാൻ സാധ്യതയുള്ളത്. അത് ഒഡീഷ വഴിയോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ വഴിയോ കരകയറാനും സാധ്യതയുണ്ട്. അപ്പോൾ ചില ന്യൂനമർദ്ദങ്ങളുടെ ഫലമായി കേരളത്തിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയല്ലേ പറയേണ്ടത്? അപ്പോൾ വ്യാപകമായ മഴ സാധ്യത ഈ ഘട്ടത്തിലുണ്ടോ? അങ്ങനെ ഒരു പ്രവചനം സാധ്യമാണോ? അതായത് നമുക്ക് ജൂലൈ അവസാന വാരത്തിൽ ഇതേപോലെ തന്നെ ഒരു ന്യൂനമർദ്ദം ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായപ്പോൾ അതിന് നമുക്ക് പ്രതീക്ഷിച്ചത്ര മഴ ലഭിച്ചില്ല. അതേസമയം ഓഗസ്റ്റ് തുടക്കത്തിൽ നമുക്ക് ന്യൂനമർദ്ദത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും ശക്തമായ മഴ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഈ ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാവുന്ന ന്യൂനമർദ്ദവും ഇവിടെ പെയ്യുന്ന മഴയും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം അത് കുറച്ച് ദുർബലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ന്യൂനമർദ്ദമുണ്ട്, അതിനനുബന്ധിച്ച് ഇവിടെ കേരളത്തിൽ മഴയുണ്ട്. അപ്പോൾ ചില സമയത്തിൽ അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടുള്ളൂ. ഇത് എന്തായാലും നോർമൽ ഇയർ അല്ലാത്തത് കൊണ്ടും ഒരു എൽനിനോ തീവ്രമായ എൽനിനോ വർഷമായതുകൊണ്ടും നമുക്ക് മഴയുടെ സ്വഭാവത്തിൽ കൃത്യമായി സാധാരണ വർഷങ്ങളിലുള്ള പോലത്തെ പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. ചില സമയത്ത് ഈ ബംഗാളിൽ ഉണ്ടാവുന്ന ന്യൂനമർദ്ദങ്ങൾ കേരളത്തിലെ മഴയുടെ ശക്തി കൂട്ടും, ചില സമയത്ത് അത്ര തന്നെ കൂട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലത്തെ ഒരു മാറുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം നമുക്ക് ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.